ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് മാത്രമല്ല, ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആ എക്സ്പീരിയൻസ്, നമ്മുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ അവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, അവരെ എങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈവൻ മൈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇസ് ദി ആർട്ടറി വുമൺ. എനിക്കറിയില്ല എത്ര പേർക്ക് എൻ്റെ പേര് മിനു എന്നാണെന്ന് അറിയാവുന്നു. എൻ്റെ ബ്രാൻഡ് ഐഡന്റിറ്റി ഈസ് ദി ആർട്ടറി വുമൺ. ഇന്ന് ഓൺലൈൻ ബിസിനസിന്റെ കാലമാണ്. നമ്മളിൽ പലരും ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ഓൺലൈന് തന്നെയാണ് ഇന്ന് ആശ്രയിക്കുന്നത്. ആ ഫീൽഡിൽ 10 വർഷം കൊണ്ട് തന്റെ കഴിവ് തെളിയിച്ച ഒരു യുവതിയാണ് ഇന്ന് ബ്രാൻഡ് ബുദ്ധിക്കൊപ്പമുള്ളത്. മിന്നു മേറി മാത്യു, വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. 10 വർഷം എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. അപ്പം ഈ 10 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ തുടങ്ങുമ്പോൾ ഒരു ഫണ്ണായിട്ട് തുടങ്ങിയ ഒരു 300 പീസസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം, ഇതിൽ ഇൻട്രസ്റ്റ് ആളുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോവാം. ബിസിനസ് ആയിട്ടൊന്നും രജിസ്റ്റർ ചെയ്യും അങ്ങനെയൊന്നും വിചാരിച്ചൊരു കാര്യമല്ല. ജസ്റ്റ് ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. ട്രയൽ, കാരണം നല്ല പീസസ് കണ്ടപ്പോൾ എനിക്കതൊരു ക്യൂറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ആ ഫസ്റ്റ് കുറച്ച് സെയിൽ നടന്നു. അപ്പോൾ ഒരു 2-3 മന്ത്സിൽ തന്നെ ആ പീസസ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് കൂടുതൽ റെസ്പോൺസ് കിട്ടുമ്പോൾ അതിലേക്ക് വരിക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ എനിക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ 10 years കഴിയുമ്പോൾ എനിക്ക് ഇതൊരു നല്ല ഡിസിഷൻ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബ്രിക്ക് ബ്രാക്ക് ഇതൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ കുറച്ച് ഇങ്ങനെ കൂട്ടി, അല്ലെ ട്രിങ്കറ്റ് ബോക്സ്, അങ്ങനത്തെയൊക്കെ കുറച്ച് പേരുകൾ ഞാൻ ആദ്യം ആലോചിച്ചു. പക്ഷെ ആർട്ട് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പെയിന്റിങ് ഓർമ്മ വരും, അല്ലെ ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ഒരാളെ പറ്റി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരയ്ക്കാനൊന്നും കഴിവില്ല. പക്ഷെ എനിക്കൊരു നല്ലൊരു സാധനം കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ പറയും ഇത് രണ്ടും ചേർന്ന് പോയതൊരു നല്ല കളർ കോമ്പിനേഷൻ. ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു, എന്നും എല്ലാവരും ഓടിപ്പോയി വാങ്ങിക്കുന്ന ഒരു സാരി ആയിരിക്കില്ല ഈ ബ്ലൗസിനോട് ചിലപ്പോൾ മാച്ച് ചെയ്യുക. എന്നാൽ അതിടുക, അതിനോടൊരു കമ്മലെടുത്തിടുക, എന്നാലും ഇവൻച്വലി ഇറ്റ് വിൽ ഓൾ ലുക്ക് ഗുഡ്. അപ്പൊ എനിക്ക് ആ ഒരു പുട്ടിങ് ടുഗെദർ ഇറ്റ്സ് ഓൾസോ ആർട്ട്. അപ്പൊ വരുന്ന ഒരു ഓഡിയൻസിന് ഐ കുഡ് പുട്ട് ടുഗെദർ ആർട്ട് വിച്ച് ഇസ് വെയറബിൾ. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് മാത്രമല്ല, ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആ എക്സ്പീരിയൻസ്, നമ്മുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ അവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, അവരെ എങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി പേഴ്സണലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പം പേഴ്സണൽ കണക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ 10th ആനിവേഴ്സറി വെച്ചാൽ ഭയങ്കര ടച്ചിങ് വെച്ചാൽ ഫ്ലവേഴ്സ് കൊണ്ടുവന്നു ഒരു കസ്റ്റമർ. പിന്നെ പിള്ളേരെ കൊച്ചിലെ മുതൽ ഇപ്പം 10 years ആയില്ലേ, ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ട് വന്നൊരു കസ്റ്റമറിനെ 2 വയസ്സിൽ കൊച്ചിൻ്റെ കൂടെ ഫോട്ടോ, 4 വയസ്സിൽ കൊച്ചിൻ്റെ കൂടെ. ഇപ്പൊ ഇന്നലെ വന്നിട്ട് എനിക്ക് 4 ഫോട്ടോ അവരുടെ കുഞ്ഞ് വളരുന്നതിൻ്റെ എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ക്ലയന്റ് ഉണ്ട്. അപ്പൊ അതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു മോർ ദാൻ എനിത്തിങ്. മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ പേജിൽ പോയാൽ തന്നെ നന്നായിട്ട് കാണുന്ന സ്റ്റേറ്റ്മെന്റ് നെക്ലസസ് ആണ്. വളരെ ആ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിനെ നന്നായി എലിവേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് നെക്ലസസ്. അത് ജർമ്മൻ സിൽവർ, അങ്ങനത്തെ ഓക്സിഡൈസ് സിൽവർ, ബ്രാസ്, അപ്പൊ നമ്മുടെ കേരള സാരി, അങ്ങനത്തെ ഇന്ത്യൻ സാരീസിന്റെ ഒക്കെ കൂടെ പോകുന്ന പോലെ നമ്മുടെ സ്കിൻ ടോൺ ആ ബ്രാസ് ടോൺ നന്നായി ചേരും. പിന്നെ ഉള്ള വുഡൻ പീസസ്, അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പീസ്. കാരണം എനിക്ക് പേഴ്സണലി കളർ ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ഒരു അതെപ്പോഴും കാണും, എൻ്റെ ഒരു ടച്ച് അതിൽ കാണും. Then we have lot of earrings. നമുക്ക് ഇങ്ങനെ ഒരു കളക്ഷൻ പേരുണ്ട്, ഫാർ ഈസ്റ്റ് കളക്ഷൻ എന്ന് വെച്ചാൽ തായ്ലൻഡ്. We have stellar glow എന്ന് പറഞ്ഞ ഒരു ഈവനിങ് പാർട്ടി കളക്ഷൻ ഉണ്ട്. ഒരു ക്ലാസിക് കളക്ഷൻ ഉണ്ട്, ഓക്സിഡൈസ്. അത് നമുക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന. അപ്പം അത് കോമൺ ആയിട്ട് ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷെ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് അതിന്റെ ക്വാളിറ്റിയിൽ. എന്നുവെച്ചാൽ എനിക്കിപ്പോൾ അത് വെയിറ്റ് കൂടുതലാണെന്ന് ഐ വിൽ സെൻഡ് ഇറ്റ് ബാക്ക് ആൻഡ് ഐ വിൽ മേക്ക് ഇറ്റ് ലൈറ്റ് വെയിറ്റ്. കാരണം ആർക്കും ആസ് എ വുമൺ യു വിൽ നോ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ എത്ര വെയിറ്റ് ഉള്ള ഒരു കമ്മൽ ഇട്ടോണ്ട് നിൽക്കാൻ നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് വലിയ കമ്മൽ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് പണിയിപ്പിക്കാം. മെറ്റലിന്റെ ഗേജ് നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ ചെയ്യിപ്പിക്കാം. ഇപ്പം ആർട്സ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേറൊരു ബ്രാൻഡും കൂടെ ഉണ്ട്. അതിൽ സാരീസ് ഉണ്ട്. പിന്നെ ആം കഫ്സ് ഉണ്ട്, ആം കഫ് കയ്യിലിടുന്ന ആം കഫ് കടാസ്.
ചെറിയ നോസ് പിൻസ് ഉണ്ട്. പിന്നെ ഇയർ കഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒത്തിരി ഇയർ കഫ്സ് ഉണ്ട്. അതൊക്കെയാണ് കാറ്റഗറീസ്. ആർട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന എന്ത് സാധനം തന്നെ? ഇയറിംഗ്സ് ആണ് നമ്മുടെ ബെസ്റ്റ് സെല്ലർ. എല്ലാവർക്കും ഇയറിംഗ്സ് ആണ് ഒത്തിരി ക്രേസ്. പിന്നെ അതൊരു 300 to 350 ആ പ്രൈസ് പോയിന്റില വരുമ്പോ കുറെ വാങ്ങാം. അപ്പൊ നമുക്ക് ഈ ഓക്സിഡൈസ് സിൽവർ ഇയറിംഗ്സിനകത്ത് ഇങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡിസൈൻ, പക്ഷെ അതിനകത്ത് ഒരു 5-6 കളേഴ്സ് അത് എപ്പോഴും കാണും ആർട്ടറിയിൽ. എന്നാൽ റെയർ ആയിട്ട് വരുന്ന ഇപ്പൊ ഈ ഫാബ്രിക് എന്ന് വെച്ചാൽ ഓണം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ മിക്സ് ആൻഡ് മാച്ച് ബ്ലൗസിന്റെ ഒക്കെ കൂടെ ഇടാം. സിൽവർ കസമൊക്കെ ഉള്ള സാരീസ് ആണെങ്കിൽ അപ്പൊ അത് ആ ഒരു സീസണൽ കളക്ഷൻ, അത് എപ്പോഴും കാണത്തില്ല. അതിന്റെ ഒരു ട്രെൻഡ് ഡൈ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് നമ്മൾ ഫേസ് ഔട്ട് ചെയ്യും. സോ ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരി അത് മൽ കോട്ടൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ലൈറ്റ് വെയ്റ്റ് സാരി. ഇപ്പൊ കാണുമ്പോൾ എല്ലാവരും ദുപ്പട്ടാണോ എന്ന് ചോദിക്കുന്ന അത്രയും വെയിറ്റേ ഉള്ളൂ. 250 grams ഉള്ളൂ ഈ സാരിക്ക് വെയിറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ജീൻസ് ആൻഡ് ടീഷർട്ട് ഞാൻ ഒരു ഇവന്റിൽ ഇട്ട് നിൽക്കുന്നതിനെക്കാട്ടിലും കംഫർട്ടബിൾ ആണ് ഇത്രയും ലൈറ്റ് ആയിട്ടുള്ളൊരു സാരി എടുത്ത് നിൽക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസസും ഉണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഇത് തമ്മിൽ പോവും, അല്ലെങ്കിൽ ഇതുമായിട്ട് അത് മാച്ച് ചെയ്യും, ഇത് വേണേലും ചെയ്യാം. സോ അങ്ങനെ ഒരു കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. ബ്ലൗസ് നന്നായിട്ട് ഇട്ടിട്ട് സിമ്പിളായിട്ട് സാരി ചെയ്യുക ആൻഡ് ആക്സസറൈസ് ചെയ്യാന്നാണ്. അപ്പം ഞാനിങ്ങനെ ഒരു കമ്മൽ ഇടുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇന്നിപ്പം ഇങ്ങനത്തെ കമ്മൽ ഒത്തിരി മൂവ് ചെയ്യും. ഇപ്പം ഇങ്ങനത്തെ സാരി എന്ന് വെച്ചാൽ അതവിടെ ഫോൾഡ് ചെയ്തിരിക്കുന്ന കാണുന്നതിനെക്കാട്ടിലും ഉടുത്ത് കാണുമ്പോഴത്തേക്കും അപ്പോൾ അതിങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഇടാം. അല്ലെ നമ്മൾ വിചാരിക്കും ഇതേ മാച്ചിങ് ബ്ലൗസ് തന്നെ വേണം എന്നൊന്നും ഒരു റൂൾ ബുക്ക് ഇപ്പം ഇല്ല. നമുക്കത് എങ്ങനെ ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കൊരു രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണിക്ക് തീരുന്ന ഒരു പ്രോസസ് അല്ല ഈ ജോലി. ഇതെന്റെ തലയിൽ എപ്പോഴും ഉള്ള ഒരു ഉറങ്ങുമ്പോഴും എന്തെങ്കിലും കാണുമ്പോഴും ഇപ്പൊ ഞാൻ ഐ എം ഓൾസോ വാച്ചിങ് എന്തായിട്ടിരിക്കുന്ന പെൻഡന്റിൽ എന്ത് ഡിസൈൻ ആണ്, കമ്മലാണോ, എല്ലാം ഇറ്റ്സ് കോൺസ്റ്റന്റ് ഒബ്സർവേഷൻ. പെട്ടെന്ന് ഒരു സാധനം ട്രെൻഡിങ് ആയിട്ട് വരുമ്പോൾ അതിനെ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കളക്ഷനിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതും ആ ടൈം ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഓണം ഫോക്കസ്ഡ് ആയിട്ടുള്ള, കാരണം കേരളം വെച്ചാൽ ആ സമയത്ത് എല്ലാവരും ഷോപ്പ് ചെയ്യും, എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു എന്നാ എനിക്ക് ട്രഡീഷണൽ ജ്വല്ലറി നമുക്കില്ല ഇല്ല എന്നാൽ ഇതിൽ നിന്നും നമുക്കൊരു ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ കേരള സ്ഥലത്ത് ഇങ്ങനെ ഒരു കമ്മൽ വേണമെങ്കിൽ ഇടാം. നമ്മുടെ തന്നെ പേഴ്സണാലിറ്റിയിലുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന് മാച്ചിങ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മളെ അലൗ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പീസ് ഇവിടെ യു വിൽ ഫൈൻഡ്. ദാറ്റ്സ് വാട്ട് ഐ ഗ്യാരണ്ടി. നമ്മുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന എന്തോ ഒരു സ്റ്റൈൽ എലിമെന്റ് ഇവിടുത്തെ ഇറ്റ്സ് എ മിക്സ്. ഇപ്പൊ ഇവിടെ കാണുമ്പോൾ തന്നെ പല പല കാറ്റഗറിയിൽ കളർഫുൾ ആയിട്ടുണ്ട്. സിൽവർ ബേസ്ഡ് ഉണ്ട്, ഗോൾഡ് ബേസ്ഡ് ഉണ്ട്, ബ്രാസ് ഉണ്ട്, കയ്യിലിടുന്ന എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാതെ ഇവിടുന്ന് പോണ്ടതായിട്ട് വരുന്ന മേ ബി ഒരു റയർ ഒക്കേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ യു വിൽ ഫൈൻഡ് സംതിങ് ദാറ്റ് സൂട്ട്സ് യുവർ പേഴ്സണാലിറ്റി എന്നുള്ളത്. ഇപ്പം മാം ഇപ്പോൾ ഒരു 10 വർഷം ഈ ഒരു ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും ഉള്ളിൽ. മാം ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണല്ലോ തിരിച്ചറിഞ്ഞത് എൻ്റെ ഒരു കഴിവ് ഇത് ഉള്ളിലുണ്ടെന്ന്. അതുപോലെ ഉള്ളിൽ കഴിവുണ്ടെങ്കിലും മേ ബി അത് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് ടിപ്സ് കൊടുക്കാമോ മാമിന്? എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്വിക്ക് മണിയാണ്, കുറച്ച് നാൾ നോക്കാം, അങ്ങനത്തെ ഉള്ള മൈൻഡ് സെറ്റിലാണെങ്കിൽ യു റിയലി നീഡ് ടു തിങ്ക് അഗൈൻ ഇഫ് ദിസ് ഇസ് ഫോർ യു. നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയും ഒരു സൈഡ് ബിസിനസ് ആണ്, ശരിക്കുള്ള ജോലി എന്താ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട്. ഇത് മതിയോ, അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്തൂടെ, അല്ല ശരിക്കുള്ളൊരു ജോലി ഇങ്ങനെ. അപ്പോൾ ഒരിക്കലും മേ ബി സാധാരണ ഒരു ജോലി പോകുന്നതിനെക്കാട്ടിലും വി മൈറ്റ് ബി മേക്കിംഗ് മണി ഓൾസോ, ആൻഡ് it makes a lot of people very happy. Do your research, because ആരും ഒരു ഗൂഗിളിൽ പോയി 2 റിസോഴ്സ് പോലും വായിക്കാതെ ഇതിലേക്ക് വന്നിട്ട് റെയിൽവേക്ക് എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ സെയിൽ വരുന്നില്ല, എന്ത് ചെയ്യണം? യു ഹാവ് ടു ലേൺ ആൻ അപ്പ് സ്കിൽ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഇപ്പം കുറച്ച് നാളെ ഇറ്റ് വാസ് ലൈക്ക് എവറിബഡി വാസ് ഡൂയിങ് റീൽസ് ആൻഡ് പഠിക്കണം, സോഷ്യൽ മീഡിയ. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ എവറിബഡി ഈസ് ഇൻ AI. സോ I am almost 40. So I have to also learn and be equal, right? Okay, ma'am. Thank you so much. For your valuable time. Thank you.